എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷീജ. ശ്രീഭദ്ര എന്ന നമ്മളുടെ ചാനലിലേക്ക് എല്ലാ നല്ല സുഹൃത്തുക്കൾക്കും കൃത്യമായ സ്വാഗതം. ഇന്നിപ്പോൾ ആദ്യമായിട്ട് പറയുന്നതൊരു നായർ യുവതിയാണ്. 27 വയസ്സുണ്ട്. ഡിഗ്രിയാണ് വിദ്യാഭ്യാസം. തൃക്കേട്ട നക്ഷത്രം. കാണാനൊക്കെ നല്ല ഭംഗിയുള്ള കുട്ടിയാണ്. കോഴിക്കോട് ജില്ലയിലാണ്. സാധാരണക്കാരാണ്. പ്രത്യേകിച്ച് ഇന്നത് വേണം എന്നൊരു ഡിമാൻഡ് അവർ പറഞ്ഞിട്ടില്ല. നല്ല സ്വഭാവമുള്ള, കാണാൻ തരക്കേടില്ലാത്തൊരു പയ്യനാവണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ സമീപ ജില്ലയ്ക്ക് അവർ നോക്കാമെന്ന് പറയുന്നുണ്ട്. അടുത്തത് ഒരു നായർ യുവതിയാണ്. 34 വയസ്സ്. ഡിഗ്രിയാണ് വിദ്യാഭ്യാസം. മകീരം നക്ഷത്രം. പാലക്കാട് ജില്ലയിലാണ്. അവരെ കുട്ടീനെ കണ്ടു കഴിഞ്ഞാൽ 34 വയസ്സൊന്നും തോന്നില്ല. കാണാനൊക്കെ നല്ല ഭംഗിയുള്ളതാണ്. അച്ഛനും അമ്മയും സഹോദരങ്ങളൊക്കെ ഉണ്ട്. സാധാരണക്കാരാണ്. അവർക്ക് ജോലി, കൃഷിയും കാര്യങ്ങളൊക്കെയാണ് വീട്ടിലങ്ങനെ ഇതുള്ളത്. പ്രത്യേകിച്ചൊരു ഡിമാൻഡും അവർ പറഞ്ഞിട്ടില്ല. അനുയോജ്യമായത് ഏതായാലും നോക്കാമെന്നാണ്. അപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് താല്പര്യമുള്ള ആളുകൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തതൊരു ഈഴവ യുവതിയാണ്. 26 വയസ്സ്. ഡിഗ്രിയാണ് വിദ്യാഭ്യാസം. പൂരോരുട്ടാതി നക്ഷത്രം. തൃശ്ശൂർ ജില്ല. അച്ഛൻ, അമ്മ, സഹോദരങ്ങളൊക്കെ ഉണ്ട്. സാധാരണക്കാരാണ്. സാധാരണ ആളുകളുടെ ആലോചന മതി എന്നാണ് പറയുന്നത്. സമീപ ജില്ലയൊക്കെ നോക്കാമെന്ന് പറയുന്നുണ്ട്. താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു നായർ യുവതിയാണ്. 44 വയസ്സുണ്ട്. ആദ്യ വിവാഹമാണ്. മകൻ നക്ഷത്രം. കോഴിക്കോട് ജില്ലയാണ്. അപ്പോൾ അവർ കുട്ടികളുള്ള പുനർവിവാഹമായാലും കുഴപ്പമില്ല, നോക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്തോളൂ. അടുത്തൊരു ഈഴവ യുവതിയാണ്. 24 വയസ്സുണ്ട്. ചിത്തിരിയാണ് നക്ഷത്രം. തൃശ്ശൂർ ജില്ല. ഡിഗ്രിയാണ് വിദ്യാഭ്യാസം. പ്രൈവറ്റായിട്ട് ചെറിയ ജോലിയുണ്ട്. വീട്ടിൽ ഒരു മീഡിയം ഫാമിലിയാണ്. അച്ഛനമ്മ സഹോദരങ്ങളൊക്കെ ഉണ്ട്. കുഴപ്പമൊന്നുമില്ല. കണ്ടു കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള കുട്ടിയാണ്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഇത് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു നായർ യുവതിയാണ്. ഒരു ഈഴവ യുവതിയാണ്. 37 വയസ്സുണ്ട്. പുനർവിവാഹമാണ്. ഷോപ്പിലാണ് ജോലി ചെയ്യുന്നത്. തൃശ്ശൂർ ജില്ലയിലാണ്. പ്രത്യേകിച്ച് യാതൊരു ഡിമാൻഡും ഇല്ല. സാമ്പത്തികം വളരെ കുറവാണ്. അപ്പോൾ അവർക്ക് ജില്ലാ ജോലി അങ്ങനത്തെ ഒരു ഡിമാൻഡ് പറഞ്ഞിട്ടില്ല. പിന്നെ കുട്ടികളുള്ള പുനർവിവാഹമൊക്കെ അവർ നോക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഡിമാൻഡില്ല. താല്പര്യമുള്ള ആളുകൾ ഇനി പറയുന്ന കാണുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു നായർ യുവതിയാണ്. 30 വയസ്സ്. മകൻ നക്ഷത്രം. ഡിഗ്രിയാണ്. പ്രൈവറ്റായിട്ട് ജോലിയുണ്ട്. തൃശ്ശൂർ ജില്ലയിലാണ്. അവർക്ക് പ്രത്യേകിച്ച് ഡിമാൻഡില്ല. കാണാനൊക്കെ നല്ല കുട്ടിയാണ്. ഒരു 30 വയസ്സൊന്നും തോന്നില്ല. കണ്ടു കഴിഞ്ഞാൽ ഒരു 26-27 വയസ്സൊക്കെ തോന്നുള്ളൂ. അപ്പോൾ ഇത് താല്പര്യമുള്ളവർ, ഈ ആലോചനയിൽ താല്പര്യമുള്ള ആളുകൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു ഈഴവ യുവതിയാണ്. 38 വയസ്സ്. ആദ്യ വിവാഹമാണ്. ഡിഗ്രിയാണ് വിദ്യാഭ്യാസം. തിരുവാതിര നക്ഷത്രമാണ്. പ്രൈവറ്റായിട്ട് ജോലിയുണ്ട്. ഒരു സഹോദരി, ഒരു സഹോദരനാണ് ഉള്ളത്. രണ്ടാളുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. അച്ഛന് കുറച്ച് പ്രായമായ ആളാണ്. അമ്മ വീട്ടമ്മയാണ്. കോഴിക്കോട് ജില്ലയിൽ. അവർ ഒരുപാട് അകലെയല്ലെങ്കിലും സമീപ ജില്ലയിൽ നിന്നൊക്കെ നോക്കാമെന്ന് പറയുന്നുണ്ട്. ഏകദേശം തൃശ്ശൂർ, കാസർഗോഡ് അങ്ങനെ ഒഴിവാക്കി മറ്റുള്ള തിരുവനന്തപുരം, കാസർഗോഡ് ഒഴിവാക്കി മറ്റുള്ള ജില്ലകളിൽ നിന്ന് നോക്കാം എന്നാണ് പറയുന്നത്. തിരുവനന്തപുരം ഒരുപാട് അകലെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ പറയുന്ന ഇതിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ. അപ്പോൾ യൂട്യൂബിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ടുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഇങ്ങനെ ആക്കിയത്. ഓരോ നമ്പറുകൾ നമ്മൾ സ്പെഷ്യലായിട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ പറയാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്പർ ഇങ്ങനെ സ്ക്രീനിൽ കാണിക്കുന്നത്. അതുപോലെ തംബ്നെയിലും നമ്പർ ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക, കോൾ ചെയ്യുക, വാട്സപ്പ് ചെയ്യുക, എന്തായാലും ചെയ്യാവുന്നതാണ്. ഓക്കെ.